പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. റേഷൻ കടയിലെ ഗോതമ്പ് കൊണ്ട് നല്ല പഞ്ഞി പോലത്തെ ഗോതമ്പ് പുട്ടുണ്ടാക്കാം. ഇന്നത്തെ നമ്മുടെ വീഡിയോ അതാണ്. ഞാനിപ്പോൾ ഒരു അളവിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ 3 എണ്ണമായിട്ട് ഇടുന്നത്. ഇത് ഞങ്ങൾക്ക് 3 പേർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇങ്ങനെ ഇടുമ്പോഴാണ് എനിക്കെന്തോ അളവ് കറക്റ്റായിട്ട് തോന്നുന്നത്. ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള പൊടി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇളം ചൂടുവെള്ളമാണ് ഞാനിത് മാവ് കുഴയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. നല്ല തിളച്ച വെള്ളം എടുക്കരുത്. ചെറുതായിട്ട് നമ്മൾ കൈകൊണ്ടൊന്ന് തൊട്ട് നോക്കുമ്പം അത് തൊടാൻ പാകത്തിനുള്ളൊരു പരുവത്തിലുള്ള ചൂടുണ്ടല്ലോ, അതുപോലെ തന്നെ നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴയ്ക്കുന്ന പോലെ ആദ്യമേ കുറച്ച് കൂടുതൽ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത്. പുട്ടിന് നനയ്ക്കാനായിട്ട് കുറച്ചായിട്ട് ഇങ്ങനെ വെള്ളം തളിച്ച് വേണം. ഇതേപോലെ നമുക്ക് ഗോതമ്പ് പുട്ടിനായിട്ട് മാവ് കുഴയ്ക്കാനേ. നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല ഹെൽത്തിയാണ് ഈ ഒരു ഗോതമ്പ് പുട്ട്. പിന്നെ ചിലരൊക്കെ പറയും ഈ ഒരു പുട്ടിൻ്റെ ഗോതമ്പ് മാവ് ഒന്ന് വറുത്തെടുത്താൽ നല്ലതാണെന്നേ. പക്ഷേ അങ്ങനെ വറുത്തെടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ വറുത്തെടുത്താലും നല്ലതാണ്. അത് വേറൊരു ടേസ്റ്റും കൂടാണ്, മാവ് മൂക്കുമ്പോൾ ഉള്ളൊരു മണം. അപ്പോൾ അത് ഏകദേശം ഒരുമാതിരിയൊക്കെ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒട്ടും തന്നെ കട്ടയൊന്നും കെട്ടിയിട്ടില്ല. നമ്മൾ 5 വിരലും നന്നായിട്ട് ഇങ്ങനെ വിരിച്ച് വെച്ച് നല്ല സോഫ്റ്റായിട്ട് വേണം മാവ് ഇങ്ങനെ വിടർത്തി ഈ ഒരു ബേസിനിലിട്ട് നമുക്ക് കുഴച്ചെടുക്കാനേ. ഇനി ഇതിലേക്ക് കുറച്ച് ടേസ്റ്റിന് വേണ്ടിയിട്ടും ഒരു മയം കിട്ടാൻ വേണ്ടിയിട്ടും ഒരു ഇച്ചിരി നനവുള്ള തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. നല്ല ഉണക്ക തേങ്ങ എടുക്കരുത്. ഇനി അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് യോജിപ്പിച്ചെടുക്കണേ. അപ്പോൾ കുറച്ചായിട്ട് വെള്ളം തളിച്ച് നമ്മളിങ്ങനെ കുഴയ്ക്കുമ്പോഴാണ് ഇതിൻ്റെ ആ ഒരു പരുവം കറക്റ്റായിട്ട് വരുന്നത്. ഇനി നമുക്ക് വെള്ളം കൂടിപ്പോയെന്ന് വെച്ച് വിഷമിക്കൊന്നും വേണ്ട. അഥവാ നമുക്ക് വെള്ളം കൂടിപ്പോയാൽ നമ്മൾ പിന്നീട് മിക്സിയിലിട്ട് അടിക്കുമ്പോഴത്തേക്കും കുറച്ച് പൊടികളും കൂടി ചേർത്ത് കൊടുത്താൽ മതി. ഇനി നല്ല സോഫ്റ്റായിട്ട് വേണം, നല്ല വിടർത്തി വേണം ഒന്ന് പരുവപ്പെടുത്തി കുഴച്ചെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഈ മാവ് വരണ്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു സൈഡിലാക്കിയിട്ട് ഒന്ന് തട്ടിപ്പത്തി ഒരു 20 മിനിറ്റോളം വെച്ച് കൊടുക്കണം. അപ്പോൾ എൻ്റെ കയ്യിൽ ഒട്ടും തന്നെ ഒട്ടിപ്പിടിച്ചിട്ടില്ല. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ഒരു പരുവം എന്ന് പറയുന്നത്. ആ ഒരു 20 മിനിറ്റൊക്കെ നമുക്ക് വെറുതെ നിൽക്കണ്ട. നമുക്ക് പയർ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതിലേക്ക് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി താളിച്ചൊഴിച്ച് കൊടുക്കാം. പുട്ടിനൊക്കെ നമ്മളിങ്ങനെ പയർ താളിച്ച് കഴിക്കുമ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് തേങ്ങ തിരുമ്മിയതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നീട് നമ്മൾ പുട്ട് കഴിക്കുമ്പം ഈ ഒരു വറ്റൽ മുളകൊക്കെ ഉടച്ച് കഴിക്കുമ്പം നല്ല ടേസ്റ്റാണ്. ആ ഒരു എരിവൊക്കെ നമുക്ക് കിട്ടും. ഇനി ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ആ കടുക് താളിച്ചതിന് മുകളിലേക്ക് പയറൊക്കെ ചേർത്തൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഒരു 2-3 സെക്കൻഡ് അങ്ങനെ വെച്ചതിന് ശേഷം ഇതിൻ്റെ വെള്ളമയം നന്നായിട്ട് പോയിട്ട് നന്നായിട്ട് ഇങ്ങനെ ചിക്കി തോർത്തിയെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ചെറുപയർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചിലരൊക്കെ ചെറുപയർ കറിയായിട്ടും കഴിക്കാറുണ്ട് കേട്ടോ, പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ. അത് നല്ല ടേസ്റ്റാണ് അങ്ങനെ കഴിക്കാൻ. പപ്പടം കൂടി ഉണ്ടെങ്കിൽ നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് പപ്പടവും കൂടി കാച്ചിയെടുക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ പുട്ടിൻ്റെ മാവൊക്കെ അവിടെ ഇരുന്ന് നല്ല സെറ്റായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരിക്കും. ഡ്രൈ ആവാതിരിക്കാനാണ് നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മാവ് അങ്ങനെ വെച്ചേക്കുന്നത്. അങ്ങനത്തെ നമ്മൾ ഒരു 20-25 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ട് ഒന്ന് പുഴുങ്ങിയെടുക്കാമേ. അപ്പം ഞാൻ ഇന്നിവിടെ കുറ്റിപ്പുട്ടല്ല ഉണ്ടാക്കുന്നത്, ചിരട്ടപ്പുട്ടാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുക്കറൊക്കെ നേരത്തെ തന്നെ വെള്ളമൊക്കെ സ്റ്റീമിന് വെച്ചിട്ടുണ്ടായിരുന്നേ. ഇനി നമുക്ക് ഈ മാവ് ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ കുറച്ചായിട്ട് വേണമെങ്കിൽ നമുക്ക് പൊടിച്ചെടുക്കാം. ഇതിപ്പം കുറച്ച് ഇടത്തരം ജാറായതുകൊണ്ടും പിന്നെ അതുപോലെ തന്നെ മാവ് ഇത്രയല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഞാനിത് ഫുള്ളിട്ട് കൊടുത്തിട്ട് തന്നെ പൊടിച്ചെടുക്കുവാണ്. നമുക്ക് കുറേ കൂടുതൽ പുട്ടൊക്കെ പുഴുങ്ങണമെന്നുണ്ടെങ്കിൽ ഒറ്റ ട്രിപ്പിലിട്ട് പൊടിക്കരുത്, കുറച്ചായിട്ടിട്ട് പൊടിച്ച് വേണം നമുക്ക് ഈ ബേസിനിൽ ഇട്ട് കൊടുക്കാൻ. പിന്നെ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പുട്ടിന് നമ്മൾ മാവ് വിരകുമ്പോഴത്തേക്കും അതിന് ഏറ്റവും നല്ലത് ഇതുപോലത്തെ നല്ല പരന്ന ബേസിനാണ്. അപ്പോൾ അതേ ചിരട്ട പുട്ടുണ്ടാക്കുന്ന ആ ഒരു മോൾഡിലേക്ക് ഇതേപോലെ കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തു. അതിന് ശേഷം ഈ മാവും കൂടെ ഇട്ട് കൊടുത്തു. മാവ് ഇട്ടിട്ടൊന്ന് തട്ടിയതിന് ശേഷമാണ് അടച്ചു വെച്ച് കൊടുക്കുന്നത്. ഇനി അതിൻ്റെ മുകളിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 3-4 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടേ. പിന്നെ നമ്മൾ ആ കുറ്റിയിൽ വെക്കുന്നതിനേക്കാളും ഈ ചിരട്ടപ്പുട്ട് ഉണ്ടാക്കുമ്പം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ നമ്മുടെ റേഷൻ കടയിലെ മാവ് കൊണ്ടുള്ള ഗോതമ്പ് പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ടും പയറും പപ്പടവും പഴവും അല്ലെങ്കിൽ കറിയോ എന്തെങ്കിലുമൊക്കെ കൂട്ടി കഴിക്കാം. അപ്പോൾ ഞാനിപ്പോൾ പഴവും കൂടി എടുത്തിട്ടുണ്ട്. വീഡിയോ വൈൻഡപ്പ് ചെയ്യാറായി. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.